ഇതുണ്ടോ പ്രവാസികളൊക്കെ, ഇതുണ്ടോ പ്രവാസി എന്ന് പറഞ്ഞു തീർന്നില്ല. അതാണ്ട വെളിനാട്ടിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞു നാട്ടിലോട്ട്. ആ ഇതാ വീട്. ആ എന്നാടി നീ മിണ്ടരുത്, നിനക്ക് വോയിസ് ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരാൾ ഇരിപ്പുണ്ട്. ലസാപ്പി എന്നാടി? ഇല്ലേ ഇല്ലെണ്ണ വേണ, ഞാൻ വെള്ളം കുടിച്ച് തന്നെ വയറ് വീർത്തിരിക്കും. ഇല്ല ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഇത് സൈബീരിയൻ മിനിയേച്ചർ. വാ 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 വാ. എന്നാ 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 കുഞ്ഞി, ഇവനെ കൂട്ടിയേക്കാം നമുക്ക്. വേണ്ട വേണ്ട. ആ ആ നീ കാണുന്നുണ്ടോ ഫിസി? ഓക്കെ. അപ്പം നമ്മളൊരു കനാലിൻ്റെ കരയിലോട്ട് വന്നിട്ടുണ്ട്. ഇനി കയറ്റം തള്ളി കയറ്റിയ കനാൽ കരയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് കനാൽ പോലെ ഉണ്ട്, അതോ ഇനി ചെറിയ വല്ല പരിപാടിയാണോ എന്നറിയില്ല. നോക്കട്ടെ. അല്ല, ആ കനാൽ തന്നെ കേട്ടോ. കനാൽ ചെറിയ കനാലാണ് താഴെ. ഇപ്പം വെള്ളം ഉള്ളതുകൊണ്ടാണ് കനാലിൽ കൂടെ വെള്ളം വരാത്തത്. ഇത് മറ്റൊരു ഗ്രാമത്തിലോട്ട് എത്തി നമ്മൾ. ബൊമ്മയ്യ ഗ്രാമത്തിൽ മുഴുവൻ പപ്പായ ചെടികൾ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് പപ്പായ ചെടികളാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. അത് ഒരു 6-7 മാസം കൊണ്ട് അതങ്ങ് തീരും. ഇത് അത്യാവശ്യം വലിപ്പമുള്ള പപ്പായയാണ് അവർ വെക്കുന്നത്. ഇതൊക്കെ ശവകുടീരങ്ങളാണ് കേട്ടോ. ആളുകളെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ് എൻ്റെ വലത്തുവശം. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് എത്തി. ഇപ്പോൾ ഈയിടെയായിട്ട് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പണികളൊക്കെ നടക്കുകയായിരുന്നു. അതെല്ലാം കഴിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ ഫുള്ള് വേർത്തിരിക്കുന്നിടത്ത് ഇനി ഞാൻ കുളിച്ചാൽ ഒന്നുകൂടെ വേർക്കുകയേ ഉള്ളൂ. അപ്പോൾ ഇനി തിരിച്ചു വന്നിട്ട് കുളിച്ചിട്ട് പോകാമെന്ന് വെച്ച്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉള്ളത് ബൊമ്മവാരം ശിവ ടെമ്പിളിലാണ്. 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിരുന്ന ഒരു ക്ഷേത്രമാണിത്. ബ്രഹ്മവരം എന്നായിരുന്നു ഈ സ്ഥലത്തിന് മുൻപേ ഉള്ള പേര്. അതിപ്പം പറഞ്ഞ് ബൊമ്മവാരം എന്നായി. ഇവിടെ ഒരു ശിവപാർവതി ക്ഷേത്രമാണ്. പ്രധാന പ്രതിഷ്ഠ ശിവലിംഗമാണ്. കൂടാതെ ഒരു പാർവതീദേവിയുടെ ക്ഷേത്രം കൂടി ഇവിടെയുണ്ട്. ഇത് 11-ാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ ഉള്ള ഒരു ക്ഷേത്രമാണ്. പക്ഷേ കാലപ്പഴക്കം മൂലം അത് തകർന്നു പോവുകയും ഇപ്പോൾ അതിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തിരിക്കുകയാണ്. വേണുവും കൂടി നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. മഹേഷും വേണുവും കൂടി 10-12 കിലോമീറ്റർ അകലെന്നാണ് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. രണ്ടുപേരും യൂട്യൂബേഴ്സാണ്, അണ്ണൻ തമ്പിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആന്ധ്രയിൽ എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും ഒരു ടീം തന്നെ നമ്മുടെ പുറകിലുണ്ട്. അപ്പോൾ ശരി, നമുക്ക് അമ്പലത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. கோயில் வந்து 11th செஞ்சுரி உள்ள கோயில். இந்த கோயில் வந்து ரொம்ப பழைய கோயில். கிட்ட ஒரு 1000 வருஷம் ஆயிடுச்சு. இதோட வயசு வந்து 1000 வருஷம் மேலே தான் உண்டு. இது கட்டினது வந்து குலோத்துங்க சோழத்தை காலத்தில் கட்டினது இது. அதுக்கு பிறகு 13th செஞ்சுரியில் 13ஆம் செஞ்சுரியில் வந்து ஒரு மஹமதிய தண்டயாத்திரை வரும் சொல்லி இந்த கோயில் ஒரு மண்ணுக்குள்ள 600 வருஷமாக அப்படியே வச்சிருக்காரு. ஒரு மண் எல்லாம் போட்டு ஒரு மலை மாதிரி வச்சு இது காப்பாற்றிட்டாரு.
காப்பாற்றின பிறகு 600 வருஷம் கழிஞ்சு அப்புறம்னா 1930ஆம் ஆண்டு 32ஆம் ஆண்டுகள் எனக்கு டைம் சரியாக தெரியல 1930 அப்படின்னு நினைக்கிறேன். அந்த டயத்தில் இந்த கோயில் ஒரு ஒரு பாட்டி அவருக்கு கடவுள் அவன் மேலே வந்து கடவுள் சொல்லியிருக்காரு, இங்கே ஒரு கோயில் இருக்குது, இந்த மண்ணெல்லாம் எடுத்துருங்க அப்படி சொல்லி. அவர் யாரும் நம்பலை. அந்த பாட்டி அதே மாதிரி சொல்லி 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 ஆளுக்காருக்கெல்லாம் சரி இங்கே ஒரு தடவை நோண்டுவோம், தோண்டி பார்ப்போம் அப்படின்னு சொல்லி தோண்டினாங்க. தோண்டின பிறகு இதே ஸ்ட்ரக்சரோட, இந்த ஸ்ட்ரக்சர் எப்படி இருக்குதோ இதே ஸ்ட்ரக்சரோட இந்த கோயில் அப்படியே இருந்தது. அப்புறம் அந்த கோயில் பழசாயிடுச்சு. அப்புறம் வந்து எல்லாமே நோண்டினாங்க. நோண்டின பிறகு இந்த கோயில் கடிச்சாச்சு. இந்த கோயிலுக்குள்ள சிவன் லிங்கம் உண்டு, அதுக்கு பிறகு பார்வதி மாதா உண்டு. அப்புறம் இந்த கோயில் வந்து கிட்டத்தட்ட 1000 வருஷம், நான் சொல்லிட்டேன்ல 1000 வருஷம் இதோட வயசு மேலே தான் உண்டு. பின்ன இதெல்லாம் பழசாயிடுச்சு. அதுக்கு பிறகு அது நோண்டின பிறகு அதெல்லாம் பழைய கோயில் எல்லாமே கொஞ்சம் டேமேஜ் ஆயிடுச்சு. அதெல்லாம் சரியாக இருக்காதுன்னு சொல்லி இந்த கோயிலெல்லாம் எடுத்துகிட்டு அப்புறம் புதுசாக திரும்பி ரெனோவேஷன் பண்ணிட்டாங்க. இப்போ ரெனோவேஷன் பண்ணி 3 மாதம் ஆயிடுச்சு, 3 மாதம் தான் ஆயிடுச்சு. அப்புறம் இந்த பழைய கோயிலோட அந்த பசவ நந்தி இருக்குல்ல, நந்தி உண்டு பாருங்க, அங்கே நந்தி உண்டு. நந்தி பழைய கோயில் எங்களுக்கு கிடைச்சது இல்ல, அந்த கோயிலோட நந்தி இது. ஓ சரி. இது நந்தி, இது வந்து நந்தீஸ்வரர். நந்தீஸ்வரர். பின்ன இங்க இருந்து பார்வதி மாதா. இது பார்வதி மாதா, பழைய பார்வதி, பழைய கல்லில் உள்ள பழைய பார்வதி மாதா. அதுக்கு பிறகு இது பழைய நந்தீஸ்வரர். பின்ன இந்த கோயில்ல சிவலிங்கம் மட்டும் எடுக்கல. അതേ ചുറ്റ് ക്ഷേത്രം പണിത്. சிவலிங்கம் மட்டும் ടച്ച് பண்ணல, டச் பண்ணாம ബാക്കി ഉടഞ്ഞതെല്ലാം മാറ്റി அந்த ரெண்டு உடைஞ்சிச்சு. அது இப்படி உடைஞ்சிச்சு. உடைஞ்சது அதெல்லாம் மாத்தி புதுசா ஆகிருக்காங்க. கோயில் இது கட்டி 3 மாசம் ஆயிடுச்சு. ஓகே, 3 மாசம் ஆயிடுச்சு. എത്ര വർഷത്തിൽ ഇത് റിനോവേഷൻ സ്റ്റാർട്ട് ആയത്? ஸ்டார்ட் ஆகி ஒரு 1.5 வருஷம். 1.5 வருஷத்துக்குள்ள முடிச்சிட்டு. ஓகே, இன்னும் வேலை இருக்கு. டைல்ஸ் எல்லாம். ஆனா கோவிலோட வேலை மட்டும் தான் முடிஞ்சிருக்கு. இங்க நடந்தது. ஓ சரி. 3 மாசம் ஆயிடுச்சு. எல்லாமே கல்லுதான். சிமெண்ட் ஒண்ணும் இல்ல, எல்லாமே கல்லு. பழைய கோயில் எப்படி இருந்ததோ அந்த மாதிரி அதே மாதிரி திரும்பி கட்டி. ஓகே ஓகே, அதே மாதிரி திரும்பி கட்டியாச்சு. புதுசா இது சேக்கல. ஸ்ட்ரக்சர் எப்படி இருந்ததோ அதே மாதிரி செய்திருக்கு. அதே மாதிரி செஞ்சாங்க. எல்லாமே கல்லுதான். எல்லாமே இல்ல, ஒரு நிமிஷம். சரஸ்வதி, சாரி, லட்சுமி, அஜாதா. இது இந்திரஜாமா, இது இந்திரா, இது മുണ്ടീശ്വരൻ. ഇത് മുണ്ടീശ്വരൻ്റെ അല്ലേ നമ്മൾ ഇവിടെ തിരുപ്പതിക്ക് ഇപ്പുറം ഞാൻ അവിടെ പോയിരുന്നു. മുണ്ടീശ്വരം. ഇത് അനന്ത. സുബ്രഹ്മണ്യ. ഇത് കോവിലോടെ ഫ്രണ്ട് സൈഡ്. അപ്പോൾ ഇന്ന് കോവിലിൽ അഭിഷേകം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള നൈവേദ്യം എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അഭിഷേകം എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ എൻട്രൻസ് ഇതാണ് പ്രസാദം കൊടുക്കുന്നത്. സാപ്പിടാം. അപ്പോൾ ഇതാണ് കോവിലിൻ്റെ എൻട്രൻസ്. ഇതാണ് സ്തൂപ. ഇവിടെ ഒന്ന്, അവിടെ ഒന്ന്. അതായത് 2 ക്ഷേത്രങ്ങളാണ് ഇതിനോടനുബന്ധിച്ചുള്ളത്. അതുകൊണ്ട് 2 സ്തൂപമാണ് വെച്ചിരിക്കുന്നത്. ഒറ്റ കരിങ്കൽ സ്തൂപമാണ് കേട്ടോ. ഞാൻ വരുന്ന വഴിയിൽ ഈ വലിയ കല്ലിൽ സ്തൂപങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഗണപതി, വലതുവശം സുബ്രഹ്മണ്യനും ഇടതുവശം ഗണപതിയുമാണ്. വലതുവശം സുബ്രഹ്മണ്യ, വിനായകർ, നന്ദി, പിന്നെ ദക്ഷിണാമൂർത്തി, വിജയ, கோகரா, கஜகரா. இது சாப்பிடுங்களா? அடுத்து வரா. சாப்பிடுங்களா? அடுத்து வரா.
നമ്മുടെ കാലടിയിലെ ശ്രീ ശങ്കരാചാര്യരുടെ ആ ഒരു മുഖം വേണ്ടിതാ ഇവിടെ വെച്ചിരിക്കുന്നു. വേറെങ്ങുമല്ല, നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പുതുക്കി പണിയുന്ന സമയത്ത് അവർ ആദിശങ്കരനെ കൂടെ ഇതിൽ ഇവിടെ ബിംബം സ്ഥാപിക്കുകയുണ്ടായി. ഇത് മുരുകനല്ലേ? വാങ്ങിക്കാം. ഇത് മുരുകനല്ലേ? മുരുകൻ గోకర గచ్చకర్ణ మహేశ్వర విష్ణుమూర్తి బ్రహ్మదేవ్. രണ്ട് കൊടിമരങ്ങളുള്ള ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിനുള്ളിൽ രണ്ട് പ്രതിഷ്ഠകളാണുള്ളത്. ഒന്ന് ശിവലിംഗ പ്രതിഷ്ഠയും ഒന്ന് പാർവതീദേവിയുടെ പ്രതിഷ്ഠയും. നമ്മൾ നേരെ കയറി വരുമ്പോൾ കാണുന്ന ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പാർവതീദേവിയുടെ പ്രതിഷ്ഠയാണ്. അതിന് ശേഷം നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ശിവലിംഗ പ്രതിഷ്ഠ. അതായത് പഴയ കാലത്തിൽ നിലനിർത്തിയിരിക്കുന്ന ആ പ്രതിഷ്ഠ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്നത്. ആ പ്രതിഷ്ഠയാണ് നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത്. ഇതാ ഇവിടെ ഒരു സിംഹരൂപം കൊത്തിവെച്ചിരിക്കുന്നു. നരസിംഹമാണ്. ഇതാണ് മറ്റൊരു രണ്ടാമത്തെ കൊടിമരം. ഇതിൻ്റെ ശില്പങ്ങളുടെ എല്ലാം ക്ഷേത്രത്തിൻ്റെ മുഴുവനായിട്ടുള്ള നിർമ്മിതി ഏകദേശം നമ്മുടെ ഹംപിയിലെ ആ ക്ഷേത്രങ്ങളുടെ ഒരു നിർമ്മിതിയോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് മുൻ നിർമ്മിതികൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവ ഇപ്പോൾ പുനർനിർമ്മിച്ചപ്പോഴും ആ രീതിയിൽ തന്നെയാണ് ഇവർ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അഷ്ടദിക്പാലകർക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഈ ക്ഷേത്രത്തിന് മുൻപിൽ കൊടുത്തിട്ടുണ്ട്. മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിലെ കുംഭാഭിഷേകം നടന്ന സമയത്ത് നിർമ്മിച്ച ആ പന്തലാണിത്. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഒരു മനോഹര ക്ഷേത്രം. പഴയ ക്ഷേത്രത്തിൻ്റെ അതേ തനിമയിൽ അത് നിർമ്മിച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. വാഴത്തോട്ടത്തിനുള്ളിലൂടെയൊക്കെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഇത് റോബസ്റ്റ വാഴകളാണ് കൂടുതൽ.
ഇതാ വീണ്ടും നമ്മൾ പപ്പായത്തോട്ടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പപ്പായത്തോട്ടമാണ് എൻ്റെ വലത്തുവശത്ത് കാണുന്നത്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് പപ്പായ കൃഷി തന്നെയാണ്. അങ്ങനെ ആന്ധ്രാപ്രദേശിലെ പപ്പായ കൃഷികളുടെ ഏരിയയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതുണ്ട് എൻ്റെ മുൻപിലെല്ലാം പപ്പായത്തോട്ടങ്ങളാണ്. ധാരാളം ശിവക്ഷേത്രങ്ങൾ ഇവിടെ കാണാൻ പറ്റും. വലതുവശത്തും ഇടതുവശത്തും എല്ലാം പപ്പായത്തോട്ടങ്ങളും വാഴത്തോട്ടങ്ങളും തന്നെയാണ്.